പിടിക്കുന്നതിന് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പേന യൂസ് ചെയ്യുമ്പോൾ തന്നെ പിടിച്ചിട്ടും നമുക്ക് മെഹന്തി ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് ലൈൻസാണ്. ലൈൻസ് വരച്ച് പഠിക്കണം. മെഹന്തിൻ്റെ ബേസിക്കിൽ നമ്മൾ ആദ്യം പഠിക്കുക ലൈൻസാണ്. നമ്മൾ മെഹന്തിൻ്റെ ഏത് പിക്ചർ എടുത്ത് നോക്കിയാലും അതിൽ ഭംഗി കൂട്ടാൻ ലൈൻസ് ഉണ്ടാവും. നമുക്ക് ലൈൻസ് തുടങ്ങാം. നമ്മളാദ്യം ലൈൻസ് വരയ്ക്കുക എങ്ങനെ വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ മെഹന്തി ട്യൂബ് കുത്തി ചെറുതായി പൊക്കി പിടിച്ച ശേഷം ഇതിങ്ങനെ മൂവ് ചെയ്യുക. എന്നിട്ട് എവിടെ നിർത്തുന്ന വെച്ചാൽ അവിടെ കൊണ്ട് പ്രസ് ചെയ്താൽ നിൽക്കും. ഇപ്പോൾ ഇങ്ങനെ വരക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർ ഇവിടെ വരുന്നത് സ്ട്രൈറ്റ്. ചിലർ വരക്കുമ്പോൾ ആദ്യമായിട്ട് വരക്കുമ്പോൾ എന്തുണ്ടാവും, വളവ് സംഭവിക്കും. ഇതുപോലെ 2 ഡോട്ട് ഇട്ട ശേഷം ഫസ്റ്റത്തെ ഡോട്ടിൽ നിന്ന് തുടങ്ങി എൻഡിങ് ഡോട്ടിലേക്ക് എത്തിക്കുക. ഡോട്ടിടുക. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇതുപോലെ ലൈൻസ് ഇടാൻ പഠിക്കാം. കണ്ടോ? അതുപോലെ ട്യൂബിൻ്റെ പിടുത്തം ശരിയല്ല, ഈ ട്യൂബിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, ഇങ്ങനെ ക്യാപ്പ് സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ തന്നെ നിർത്തരുത്. നമ്മൾ വരെ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് വന്നിട്ട് എന്ത് ചെയ്യണം, ക്യാപ്പ് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം നമ്മളിവിടെ മുറിയുമ്പോൾ അവിടെ നിർത്തിയിട്ട് പിന്നെ ഇത് വന്ന് ഫില്ല് ചെയ്ത് പിന്നെ നിൽക്കുമ്പോൾ ലൈൻസിൻ്റെ ഷോ പോകും. കണ്ടില്ലേ, ആ ലൈൻസിൻ്റെ ഷോ വ്യത്യാസം വരും. നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ ചെയ്ത ശേഷം പിന്നെ ലൈൻസ് ശരിയാക്കാം. ഇനി നമ്മളത് ലൈൻസ് അങ്ങോട്ട് വരക്കാനാണ് പഠിച്ചത്. ഇനി നമ്മൾ ലൈൻസ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ച് പഠിക്കണം. നമ്മൾ ലൈൻസ് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരച്ച് പഠിക്കണം. പല പൊസിഷനിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലൈൻസ് ഇടേണ്ടി വരും. അതിനാണ് നമ്മൾ ലൈൻസ് ശരിയാക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ട് ലൈൻസ് ഇട്ട് പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ നിന്ന് താഴോട്ട് ലൈൻസ് ഇട്ട് പഠിക്കണം. ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഒരു മെഹന്തി കോണും A4 പേപ്പറോ ഗ്ലാസ് പേപ്പറോ എടുത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മെഹന്തി ക്ലാസ് എന്ത് ചെയ്യാം, ഇതിനൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതെല്ലാം നിങ്ങൾ വീഡിയോ കണ്ട ശേഷം പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് മടി വരുത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, വീഡിയോൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ താഴോട്ട് നമ്മൾ വരച്ച് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, താഴെ നിന്ന് മുകളിലേക്ക് വരച്ച് പഠിക്കാണ്ട്. ശ്രദ്ധിച്ചോ? അതുപോലെ ആദ്യം തന്നെ വലിയ ലെങ്ത്തുള്ള ലൈൻസ് ഇടരുത് കേട്ടോ. അതുപോലെ കുറച്ച് നല്ല ലൈൻസ് ആദ്യമായിട്ട് പഠിച്ചാൽ മതി. അതിൽ തന്നെ നമ്മൾ നല്ല ലെങ്ത്തുള്ള ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും. അത് പിന്നെ നമുക്കതുപോലെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ചെറിയ ലൈൻസ് ഇതുപോലൊക്കെ ഉള്ളത് ഇട്ടിട്ട് ആദ്യം പഠിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ലൈൻസ് ഇങ്ങനെ വൃത്തിയായി വരുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ ഓരോ ലൈൻസും കൂട്ടി വെട്ടിയിടാം. അപ്പോൾ നമ്മൾ ലൈൻസ് പഠിച്ച് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് കൂട്ടി വരുമ്പോൾ നമ്മൾ മെഹന്തി കൊണ്ട് നമ്മളെ കൂടെ പൊടിച്ച് വരും. നമ്മൾ മെഹന്തി പഠിച്ച് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൈൻസ് ആദ്യം ചെറിയ ലൈൻസുകൾ ഇങ്ങനെ രീതിയിലിട്ട് പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രോസ് ആയിട്ട് ലൈൻസ് ഇടാനാണ്. എന്ത് ചെയ്തോ, താഴോട്ട് ഇടാൻ പഠിച്ചു. നമ്മൾ ഗ്രിൽസ് ടൈപ്പുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ മെഹന്തി ലൈൻസുകൾ പല ഭാഗത്തേക്കും വരക്കാനുണ്ടാവും. അതിനാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. എല്ലാ സൈഡിലേക്കും നമ്മൾ ലൈൻസ് വരച്ച് പഠിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മെഹന്തിയിൽ പല ഭാഗങ്ങളിലും ലൈൻസുകൾ പല ഭാഗത്തേക്കും വരക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഇതിലുണ്ടാവും. നമ്മൾ ഗ്രിൽസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്
നമ്മൾ എന്ത് ചെയ്തു ഇതും ക്രോസ് ചെയ്യാനും പഠിച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻസ് ഇട്ട് പഠിക്കും. ശ്രദ്ധിക്കുക, ഇത്ര ലെങ്ത് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ട, നിങ്ങളത് കുറഞ്ഞ രീതിയിൽ ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് അറിയുന്നുണ്ടാവും, അറിയുന്നവർക്ക് നിങ്ങൾക്ക് പറ്റും പോലെ ഇങ്ങനെ വരക്കാം. ആദ്യമായിട്ട് വരച്ച് നോക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചെറിയ ലൈൻസ് ഇട്ടാൽ മതി. നമ്മൾ ഇങ്ങോട്ടുള്ള ലൈനാണ് പിടിച്ചത്. ഇനി നമ്മളിതുപോലെ എന്ത് ചെയ്യണം, അങ്ങോട്ടും ലൈന് ഇടണം. ഇങ്ങനെ ഡോട്ടിട്ട് കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞു പോയതോടുകൂടി നിങ്ങൾ മറന്നു പോകേണ്ട വെച്ചിട്ടാണ് ഞാൻ ഡോട്ട് വീണ്ടും കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ചെറുതാക്കുന്നത് ഞാൻ വലുതിടുമ്പോൾ നിങ്ങൾ അതുപോലെ വലുതിടാൻ നോക്കും. നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ലൈൻസ് ഇട്ടിട്ട് ആദ്യം പഠിച്ച് ശരിയാക്കാം. ഇനി നമ്മൾ ലൈൻസുകൾ 1 2 3 4 5 6 7 8 നമ്മൾ 8 പൊസിഷനിലേക്കായിട്ട് എന്താ പഠിച്ചു, ലൈൻസിനെ വരക്കാൻ പഠിച്ചു. അപ്പോൾ ഇനി നമുക്കിനി ഒന്ന് ചെയ്യേണ്ടത് ലൈൻസ് പഠിച്ചതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ലൈൻസ് ഇങ്ങോട്ട് വരക്കാൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ ലൈൻസ് താഴത്തേക്ക് വരക്കാൻ പഠിച്ചു, അതുപോലെ ലൈൻസ് നമ്മൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് വരക്കാൻ പഠിച്ചു, അപ്പോൾ നമ്മൾ ലൈൻസിന് എന്ത് ചെയ്തു മുകളിലേക്കും വരക്കാൻ പഠിച്ചു, അങ്ങോട്ട് വരക്കാൻ പഠിച്ചു. അതിൻ്റെ ഉള്ളിലും ചെറിയ രീതിയിൽ വരച്ചിതാക്കാൻ നമ്മൾ പഠിച്ചു. നമ്മൾ ട്യൂബിൽ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചിരിക്കും നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ പ്രഷർ ചെയ്യുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ലൈനിട്ട് പോകുമ്പോൾ നമുക്കൊരു ലൈന് വൃത്തി തോന്നിയാൽ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ട്യൂബിന് പ്രഷർ കൊടുത്തതെന്ന് ശ്രദ്ധിക്കുക, നമുക്കത് ശരിയാവും. അതുപോലെ എന്തേതോ ലൈൻ ഇങ്ങനെ വരക്കാൻ പഠിച്ചു, താഴോട്ട് വരച്ചു. ഇങ്ങനെ ട്യൂബ് നിർത്താതെ വരക്കാൻ പറ്റുന്നവർക്ക് വരക്കാം, അല്ലാത്തവർ നിർത്തിയിട്ട് വരച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇടക്കിട്ട് ട്യൂബിൽ പണി വരണം. എന്താ അവിടെ എത്തുമ്പോൾ മാത്രം ഞാൻ അതൊന്നും നിർത്തിയില്ല. ഇതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം വന്നിട്ടാണ് ഞാൻ ലൈൻസ് ക്ലിയർ ഇല്ലാത്തത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിത് വെച്ച് ഞാൻ ലൈൻസ് വെച്ച വേറൊരു ലൈൻസ് കാണിച്ചു തരാം. ഇത് ചെറുതായിട്ട് വരക്കരുത് കേട്ടോ, കുറച്ച് നീളത്തിൽ തന്നെ വരക്കണേ. നമ്മൾ ലൈൻസിൻ്റെ ചെറിയൊരു ഗ്രിൽസ് മോഡൽ കാണിച്ചു തരാം. നമ്മൾ പഠിച്ച ലൈൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഗ്രിൽസാണ്. നമ്മൾ കഴുകിണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തു ക്രോസ് ചെയ്ത് വരക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിനെന്ത് ചെയ്തു ക്രോസ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഈ ലൈനും ക്രോസ് ചെയ്ത് കൊടുക്കാം, ഈ ലൈനും ക്രോസ് ചെയ്തു, ഇതും ക്രോസ് ചെയ്തു. അപ്പോൾ അങ്ങോട്ട് വരക്കാൻ പറ്റും. നമ്മൾ വരച്ചത് തന്നെയാണ് എന്ത് ഇങ്ങനെ മുകളിലോട്ട് വരക്കാൻ. അതും വരച്ചു. നീളം പോയില്ലെങ്കിൽ ഇതേപോലത്തെ ലൈൻസിൻ്റെ അളന്ന് നിർത്തിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതെങ്ങനെ നിർത്തുക, എന്നിട്ട് വീണ്ടും അവിടുന്ന് അടുത്ത ലൈൻസ് നിർത്തുക, ഇങ്ങനെ നിർത്തുക. അതല്ല നീളം പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഇതുപോലെ നീളം വരക്കുക. വെറും നമ്മളിപ്പോൾ ഒന്ന് പഠിച്ച ലൈൻസ് വെച്ചിട്ടുള്ള ഒരു ഗ്രിൽസ് മോഡലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിലൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ ഡോട്ട് കൊടുത്തൊന്നും കൂടി നമുക്ക് ഭംഗി കൂട്ടാം. നമുക്ക് ഡോട്ടൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മതി കേട്ടോ. ഡോട്ട് ഇട്ടിട്ടൊന്ന് ഭംഗി കൂട്ടാം. അപ്പോൾ ആ ഗ്രിൽസ് എങ്ങനെയുണ്ട്, ഇഷ്ടമായി? അതുപോലെ തന്നെ വേറെ ഒരു ഗ്രിൽസ് ഉണ്ട്. എന്ത് ചെയ്യാം, സ്ക്വയർ ആണ് വരക്കുക, കുറച്ച് വലിയ സ്ക്വയർ വരക്കുക. ഒന്നും കൂടെ തിക്ക് കൂട്ടട്ടോ, ഒന്നും കൂടി ഷോ കൂട്ടാൻ നമുക്കതിന് എന്ത് ചെയ്യാം, തിക്ക് കൂട്ടാം.
നമുക്ക് ഇത് ചെയ്യാം. സെൻറ്ററിലൂടെ ലൈൻ വരയ്ക്കുക. ഇതെന്ത് ചെയ്യാം, നമ്മൾ വരയ്ക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഇത് ചെറുതായിട്ടുള്ള ഈ ലൈനിട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന മെഹന്തി നല്ലതാണ് കേട്ടോ. ബിഗ് ബി ഒന്നും ഇട്ടിട്ട് ആരും മെഹന്തി ഇടാൻ പഠിക്കാൻ ശ്രമിക്കരുത്, അത് നല്ലതല്ല. അത് കളർ പരക്കണോണ്ടാട്ടല്ലോ, അതെല്ലാം നമുക്ക് കൈമിലൊക്കെ പിന്നെ വരക്കാം, പക്ഷെ അത് ഇട്ട് പഠിക്കുമ്പോൾ ശരിയാണ്. നല്ല മെഹന്തി കോൺ ഉപയോഗിക്കുക. സിങ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കുഴപ്പമുള്ളതല്ല. ചില സമയങ്ങൾക്ക് എന്നാലും ഞാനിപ്പോൾ മെഹന്തി സിങ് വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബോൾ പിന്ന് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് മെഹന്തി വരാതെ ബ്ലോക്കായി. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ഡാമേജ് കാണിക്കുന്നു. ഇപ്പം ഉണ്ടാവും, അതിൽ നിന്നൊന്ന് സ്മൂത്ത്നെസ് എല്ലാം നോക്കിയിട്ട് വാങ്ങാം. ഇനി നമ്മൾ ഈ ഡിസൈനാണ് എൻ്റെ ഉള്ളിൽ വേണ്ടത് കേട്ടോ. കുറച്ച് വലുതാക്കി സ്ക്വയർ കുറച്ചും കൂടി വലിപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഭംഗി കൂട്ടിയിട്ട് ഇതായിരുന്നു. ഇനി നമ്മൾ തിക്ക് ലൈനായിട്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 2 ലൈൻസ് ആദ്യം വരക്കുക. ഇതെന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ട്യൂബ് നന്നായി പ്രഷർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ള തിക്ക് ലൈന് നല്ല ഭംഗിയാണ് കാണാൻ. അതല്ലാതെ മറിച്ച് നമ്മൾ തിക്ക് ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാറ്, പ്രഷർ കൊടുത്തിട്ട് ആദ്യം തന്നെ അങ്ങോട്ട്, പക്ഷെ അതിൻ്റെ ഫിനിഷിംഗ് തരാം. ഇങ്ങനെ തിക്ക് ലൈൻ ഇട്ട് കൊടുക്കുന്നവരുണ്ട് അല്ലേ? ഇതാണോ കാണാൻ വൃത്തി എന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് രണ്ടുമാണ് എന്തുണ്ടാവുക, ശരി, ഇതെന്താണ്, തെറ്റാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാനുള്ളത്. അതുപോലെ നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കുക, വരച്ച് നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കുക. നമ്മൾ ഡിസൈനൊക്കെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം സ്മൂത്ത് ലൈൻ വരക്കും, പിന്നെ എന്ത് ചെയ്യും, അതൊരു സ്മൂത്ത് ലൈൻ വരക്കും. എന്നിട്ട് നമ്മൾ തിക്ക് ലൈൻ കൊടുക്കും, എന്നിട്ട് നമ്മൾ വീണ്ടും സ്മൂത്ത് ലൈൻ കൊടുക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ വരച്ച് തുടങ്ങാം. പിന്നെ നമ്മൾ വരച്ച് ഗ്രിൽസ് ഇട്ട് കൊടുക്കാം, അങ്ങനെയും തുടങ്ങാം. അതല്ലെങ്കിൽ ഇതേപോലെ തുടങ്ങാം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലൈൻസിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. നമ്മളിന്ന് പഠിച്ചത് ലൈൻസ് അങ്ങോട്ട് വരക്കാനൊന്ന് പഠിച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ടും വരക്കാൻ പഠിച്ചു, നമ്മൾ ഡൗൺ ആയി പഠിച്ചു, അപ്പായി പഠിച്ചു, ക്രോസ് ചെയ്ത് ലൈൻസ് പഠിച്ചു. ഇത്രയും നമ്മളൊന്ന് പഠിച്ചതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. ലൈൻസും ഡോട്ടും ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് പഠിക്കാം.